ഹായ് ഓൾ, വെൽക്കം ടു IDC പോഡ്കാസ്റ്റ്. അപ്പോൾ ഗൈസ്, എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ കാലം കഴിയുന്തോറും നമ്മളെ നീഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ പണ്ടുള്ള കാലങ്ങളിൽ നടന്ന കാര്യം നല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ട് കാളവണ്ടിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെ എത്തിയിട്ടുള്ളത്? ഓട്ടോമാറ്റിക് ഡ്രൈവർ സെൽഫ് ഡ്രൈവ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു ഇത് വഹിച്ചത് EV വെഹിക്കിൾസ് ആണ് എന്ന് പറയാം. ടെസ്ലയാണ് കൊണ്ടുവന്നുള്ള ഒരു അതാണ് ഒരു റോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ടെസ്ലയാണ് ഒരു EV അല്ലെങ്കിൽ സെൽഫ് ഡ്രൈവിങ്ങിലേക്ക് റോൾ ഉണ്ടാക്കിയത്. ശരിക്കും നമ്മളൊരു തിരിച്ചുപോക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഉണ്ടായത് IC എഞ്ചിൻസ് അല്ല. ആദ്യം കാളവണ്ടിയിൽ സഞ്ചരിച്ച് നമ്മള് പിന്നീട് പോയത് EV പോയിട്ട് അതിന് ശേഷം നമ്മൾ IC എഞ്ചിനിലേക്ക് മാറി തിരിച്ച് EV പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ EVന്ന് IC എഞ്ചിനിലേക്ക് മാറിയത് നമ്മളാ ബാക്കപ്പിന്റെ ഒരു ഇഷ്യൂ. ബാറ്ററി നന്നായിട്ട് ഏറ്റവും പ്രശ്നം ഉള്ള കാര്യം ഈ ലിഥിയം ബാറ്ററി ഒന്നും അപ്പോൾ ഇൻവെന്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം, ഈ റേഞ്ച് അങ്ങനെല്ലാം പ്രശ്നങ്ങൾ കാരണമാണ് IC എഞ്ചിന്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഈ ഫോസിൽ ഫ്യൂൽസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതാണ് അതുപോലെ ലോ കോസ്റ്റ്. ഈ ഒരു കാര്യം കൊണ്ടാണ് നേരെ IC എഞ്ചിൻ ഇത്ര ബൂമായി വന്നത്. നമ്മളിപ്പോൾ നേരെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക EV. EV എങ്ങനെ നമുക്ക് ലോ കോസ്റ്റിലാക്കാം, എങ്ങനെ റേഞ്ച് കൂട്ടാം, കോൺസെപ്റ്റിലേക്ക്. ഫോസിൽ ഫ്യൂൽസിന്റെ ലഭ്യത കൂടുതലായതും പിന്നെ പൊല്യൂഷനെ പറ്റി നോക്കിയിട്ടില്ല, ബോധേഡല്ല. ഇപ്പൊ കുറച്ച് ബോധേഡായി. അപ്പൊ നമ്മൾ തിരിച്ച് ബാറ്ററിയിലേക്ക് തന്നെ പോയിട്ട് ഈ പൊല്യൂഷൻ ആയിട്ടുള്ള ഹെൽത്തൊക്കെ കൺസേൺ ആയ സമയമായതുകൊണ്ട് എല്ലാവരും നേരെ EV പിന്നെ നാച്ചുറൽ പൊല്യൂഷൻ ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് തന്നെ നല്ല സപ്പോർട്ട് ഉണ്ട്. എറണാകുളത്ത് മെട്രോന്റെ EV ബസ്സൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത് ഫസ്റ്റ് ടൈം EV കൊണ്ടുവന്ന സമയത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടം പോലെ സബ്സിഡീസ് കൊണ്ടുവന്നു. പിന്നെ അതുപോലെ ടാക്സില് പൈസ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ IC എഞ്ചിന്റെ മേലെ ഒരുപാട് കാര്യങ്ങൾ, പൊല്യൂഷൻ നോംസ് BS4 ആയി, BS6 ആയി. അപ്പോൾ BS7 എനിക്ക് തോന്നുന്നത് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എന്താകുന്ന എല്ലാവരും IC എഞ്ചിനിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് വരുന്ന കാരണം അത് അത്രയും ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്ന. അപ്പോൾ എല്ലാവരും EV പോകുന്നത്. ഇതിനാകുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല, മെയിൻ്റെനൻസ് അങ്ങനെ ഒരു സംഭവം. മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാറ്ററി എന്തായാലും ഇപ്പോഴത്തെ ഒരു ബാറ്ററിന്റെ ഒരു ഇത് വെച്ചിട്ട് 5 വർഷം 10 വർഷം വരെ ഒക്കെ എന്തായാലും പറയുന്നുണ്ട്. അത് ടാറ്റ ഇപ്പൊ ഇറങ്ങിയ ഹാരി ദേവിക്ക് ലൈഫ് ലോങ് 15 വർഷം വാറണ്ടി കൊടുക്കുന്നു. അപ്പോൾ എല്ലാ ബ്രാൻഡും കമ്പനീസ് അത്രയും കോൺഫിഡന്റ് ആയി, അവര് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. ഇനി ഇതില്ലാതെ പറ്റില്ലെന്നായി. സോ ഇപ്പോ കോമറ്റിന്റെ റേഞ്ചൊക്കെ അത്രയും ചെറിയൊരു അത്യാവശ്യം 200+ റേഞ്ച്. അതായത് പക്ഷെ കോമറ്റ് വെച്ചാൽ ലോങ് റൈഡ് പോലല്ല. പർപ്പസ് എങ്ങനെയാണ് ഡെയിലി ട്രാവൽ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ്. കാരണം അത്രയും സൗകര്യം കിട്ടുന്നുണ്ട്. പിന്നെ ഡെയിലി മഴ കൊള്ളാണ്ട് പോവാ. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് എടുത്ത് പോവാലോ. പക്ഷെങ്കിൽ കോമറ്റിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ഒരു റീലില് ഓട്ടോറിക്ഷയാണോ വന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ഇത്രയും ചെറിയ സൈസിൽ കാറിന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാനോ ശരി ഫെയിലായ വണ്ടി എന്നൊക്കെയാണല്ലോ പറയുന്നത്, ചീപ്പ്. പക്ഷെ ആ ഒരു കാര്യം കോമന്റിൽ വന്നിട്ടില്ല. അതിന്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റോ നാനോ വാങ്ങുന്നത് പാവപ്പെട്ട ആൾക്കാരാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കോമന്റ് വന്നത് പൈസക്കാരാണ്. അതായത് നാനോ ഇറക്കിയത് തന്നെ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണല്ലോ ഇറക്കിയത്. പിന്നെയുള്ള കാര്യം ഇത് എങ്ങനെ കോമറ്റ് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട് അതിൽ. ഒരു ലോ കോസ്റ്റ് വണ്ടിയിലെ ട്രാവലിംഗ് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഇന്റീരിയർ ഒക്കെ ഫുൾ പ്രീമിയം ഫീച്ചർ ആയിട്ടാണ് വണ്ടി ഇറങ്ങുന്നത്.
പക്ഷെ ആകെ ഈ ഒരു ഡിസൈൻ, പക്ഷെ അതൊരു ഫ്ലോപ്പ് അല്ല, ഇല്ല. നല്ല ക്യൂട്ട് വണ്ടിയാണ്. ഈ ട്രാഫിക്കിലെ ചെറിയ വണ്ടി വെച്ച് ഓടിക്കാനുള്ള ഒരു സുഖം ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ ഒരു പാർക്കിംഗ്. അതുമല്ല, ഇപ്പോ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു ട്രാഫിക്കിലൊക്കെ നിൽക്കുകയാണ്, ഈ ചെറിയ വണ്ടി എടുത്ത് പോവാന്ന് പറയുന്നത് അത്രയും കംഫർട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും ചെറുതാക്കി എടുക്കാൻ കാരണം എന്തുകൊണ്ടാ? EV ആയതുകൊണ്ട് തന്നെയാണ്. ഐസ് എഞ്ചിനാണ് ഇത്ര വലിയ എഞ്ചിന്, മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അത്ര വലുതാണ്. പിന്നെ വെയിറ്റ് ഇപ്പോ ആകെ ഏറ്റവും കൂടുതൽ സീസൺ ഇപ്പൊ ബാറ്ററിയാണ്. അണ്ടർഗ്രൗണ്ട് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ വണ്ടി സ്റ്റേബിൾ ആവുക ചെയ്യുന്നത്, വെയിറ്റ് കംപ്ലീറ്റ് അടിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആകുമ്പോൾ. പിന്നെ വരുന്നത് മോട്ടറാണ്. അതൊക്കെ നോക്കുമ്പോൾ ബാക്കി നമുക്ക് ഇഷ്ടം പോലെ യൂസബിൾ സ്പേസ് അവൈലബിൾ ആയി വരുന്നുണ്ട്. മുമ്പിൽ ഫ്രണ്ട്, ബാക്കിൽ ട്രങ്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ കോമ്പന്റെ ഷേപ്പിനെ പറ്റി പറഞ്ഞല്ലോ, അതിൽ നിന്ന് വേറെ തന്നെ ഒരു ഷേപ്പ് ആയിരുന്നേനും ടെസ്ല ചെയ്തല്ലോ. മറ്റേ ആ ഒരു ഷേപ്പിന്റെ പേര് ഒരു ക്രൂയിസർ മീൻസ് എയറോഡൈനാമിക് ആണോ? അല്ലല്ല, പിന്നെ നമ്മളെ എന്തായിരുന്നു പറയാം, ആ വണ്ടിയുടെ പേര് ടെസ്ല ഒരു ഇതിറങ്ങിയിട്ടില്ലേ, ഇത് 2-സീറ്റർ കാർ ഓരോ സ്പോർട്സ് സെഗ്മെന്റിലേക്ക് ഇറങ്ങിയത് ഫസ്റ്റ് ടൈം. അത് ഇലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട്, അത് സ്പേസിലേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാർ സ്പേസിലേക്ക് അതേപോലെ BYDന്റെ ഒരു ബാറ്ററി, ബ്ലേഡ് ബാറ്ററി ടെക്നോളജി. അതെന്താണ് ബ്ലേഡ് ബാറ്ററി ടെക്നോളജി എന്ന് പറയുമ്പോൾ ശരിക്കും അത് ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ്. ഇപ്പൊ എല്ലാ EVസിൽ യൂസ് ചെയ്യുന്ന ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ ബാറ്ററി സ്റ്റാക്കിങ്ങിൽ കുറെ വ്യത്യാസമുണ്ട്. വളരെ തിന്നായിട്ടുള്ള രീതിയിൽ ബാറ്ററി സ്റ്റാക്ക് ചെയ്തിട്ട് ഒരുപാട് ഒരു ചെറിയ ഏരിയയിൽ തന്നെ വലിയ രീതിക്ക് എന്ന് വെച്ചാൽ ഡെൻസിറ്റിയില്ലേ, നമ്മുടെ പവർ ഡെൻസിറ്റി കുറച്ച് ഏരിയയിൽ തന്നെ ഇഷ്ടംപോലെ പവർ സ്റ്റോർ ചെയ്യാന്നുള്ള രീതിയിലാണ് അത് ഇറക്കിയത്. പിന്നെ അത് നല്ല എഫിഷ്യന്റ് ആണ്. പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ള ബാറ്ററികളെല്ലാം വരുന്ന പ്രശ്നം, ഇൻ കേസ് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡാമേജ് പറ്റി, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ബാറ്ററി ഒന്ന് പ്രസ്സായി പോകും, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മേ ബി ഫയർ വരാനുള്ള സാധ്യത. BYD ഇത് ഇറക്കിയ സമയത്ത് അവരൊരു ടെസ്റ്റിങ് നടത്തിയിട്ടുണ്ട്. ശരിക്കും ബാറ്ററി ത്രൂ കംപ്ലീറ്റ് ഡ്രിൽ ചെയ്ത് ബാറ്ററി ഹോൾ എന്നിട്ട് ഒരു ഫയർ വന്നിട്ടില്ല. അത്രയും സേഫ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ BYD ഇപ്പൊ മഹീന്ദ്ര അക്വയർ ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സും അല്ലാണ്ട് പറ്റില്ലല്ലോ. ഇപ്പോ മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ ആ ബ്രാൻഡിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോ എനിക്കൊന്ന് ടെസ്ലനെക്കാട്ടും ബെറ്റർ ആയിട്ട് തോന്നുന്നത് BYD ഒരു റേഞ്ചും നമ്പർ 1 സെല്ലിംഗ് അവരാണ്. പിന്നെ ചൈനയിലൊക്കെ അവർ തന്നെയാണ്. ചൈനയിൽ ഇപ്പൊ പോയിട്ട് ഒരു 10 കാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 8 കാറ് BYD. പിന്നെ വരുമ്പോ BYD EV മാത്രമല്ല, ഹൈബ്രിഡ്. പക്ഷേ ഇന്ത്യയിൽ നമ്മള് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ആകെ വരുന്ന ഒരു ബ്രാൻഡ് ടൊയോട്ട, സുസുക്കി. അതുകൊണ്ട് പക്ഷേ ഹൈബ്രിഡ് ആണോ നല്ലൊരു ഓപ്ഷൻ ഇനിയുള്ള ഫ്യൂച്ചറിൽ? എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഈ നിലവിൽ കറന്റിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഹൈബ്രിഡ് എടുക്കുന്നതാണ്. പക്ഷെ ഹൈബ്രിഡിന് പറഞ്ഞ പോലെ തന്നെ വലിവ് കുറവ്, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ സിസ്റ്റം കംപ്ലീറ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. സർവീസ് ചെയ്യാൻ അത്യാവശ്യം എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ IC എഞ്ചിന്റെ ഈ ആ മെക്കാനിസം കംപ്ലീറ്റ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു EVന്റെ സിസ്റ്റം കംപ്ലീറ്റ് രണ്ടും കൂടി ഒന്നിച്ച് ഇന്റഗ്രേറ്റ് ആകുമ്പോൾ പക്ഷേ എക്കണോമിക്കൽ കേസ് നോക്കുമ്പോൾ അഫോർഡബിൾ അല്ലേ? അല്ല, വണ്ടിക്ക് ഇനീഷ്യൽ പ്രൈസ് ഉണ്ടെങ്കിലും മൈലേജ് അത്യാവശ്യം കിട്ടും. മൈലേജ് ഒന്നും പ്രതീക്ഷിക്കാതെ BYDന്റെ BMWന്റെ ഒരു മോഡൽ അതല്ല, ഗ്രാൻഡ് വിറ്റാരൊക്കെ ഏകദേശം 23 അങ്ങനത്തെ കിട്ടുന്നുണ്ട്. ടൊവിനോ വാങ്ങിയ കാർ അറൗണ്ട് 50 അങ്ങനെ. അത് അല്ല, അത് വണ്ടി അതൊക്കെ അല്ല. നമ്മളിപ്പോ ഗ്രാൻഡ് വിറ്റാര നോക്കുകയാണെങ്കിൽ തന്നെ 23 മൈലേജ് കിട്ടുന്നുണ്ട്. അതിപ്പോ അത്രയും വലിയൊരു വണ്ടിക്ക് ആ മൈലേജ്. സുസുക്കി പറയുന്നുണ്ട് ടൊയോട്ടയായിട്ട് കൊളാബ് ചെയ്തിട്ട് ഇത് നമ്മുടെ സ്വിഫ്റ്റിന്റെ EV ഇറക്കുന്നുണ്ട്. അല്ല, സ്വിഫ്റ്റ് EV അല്ല, സോറി, ഹൈബ്രിഡ്. അത് കുറെ കാലം ഒരു ഇറങ്ങിക്കഴിഞ്ഞാൽ 40 മൈലേജ് കിട്ടുന്ന പറയുന്നത്. ഒരു ബുള്ളറ്റിന് ഒരു 40 മൈലേജ് ഇല്ല. അപ്പോ അതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ EVയിലോട്ടൊക്കെ തന്നെ നമ്മള് ടോട്ടലായിട്ട് മാറി ഹൈബ്രിഡിലേക്ക് ഞാൻ പറഞ്ഞത്. ഹൈബ്രിഡ് കുറച്ച് കാലമുള്ള ഹൈബ്രിഡ് തന്നെ ആയിരിക്കും ബെറ്റർ ആയിട്ട്. പക്ഷെ എന്തായാലും 2 വീലറിലെ കേസിൽ ഇപ്പൊ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തവരെ കൊണ്ട് എന്തായാലും ആൾക്കാർ EVയിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യും. 2 വീലർ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നത് EV ഇതാവുന്നതാണ്. കാരണം അത്രക്കും ചേഞ്ചസ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. 2 വീലർ ഇപ്പോൾ നമ്മൾ റോഡിലൂടെ നോക്കുമ്പോൾ എത്ര EV പണ്ടത്തെ പോലെ ഇഷ്ടംപോലെ അതൊക്കെ എത്ര ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും ഇറക്കി. ലേറ്റസ്റ്റ് ആയി സുസുക്കി ആക്സസ് EV.
ആക്സസ് അറിയുന്നില്ലേ ആക്റ്റീവ് ഐ വി ചേതക്ക്. പണ്ട് മുതലേ എല്ലാ വണ്ടികളും. സ്കൂട്ടി എന്ന് പറയുമ്പോൾ മൈൻഡിൽ ആദ്യം വരുന്ന സംഭവം എന്താ Activa. അപ്പൊ ആ ആക്റ്റീവ് അങ്ങനെയാണ് എല്ലാ വണ്ടികളും PV ആയി. അതേപോലെ ഓലേന്റെ ഫസ്റ്റ് അവർ ഇറക്കിയെന്ന് പറയുന്നത് പിന്നെ അവര് കീലെസ് കീഴില്ലാതെ തന്നെ പക്ഷേ ഫീച്ചർ ആയിട്ട് ഇറക്കി. പിന്നെ അതിൽ നല്ല കുറെ ഫീച്ചേഴ്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് പറ്റില്ല എന്നുള്ള ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഓല ഇന്ത്യൻസിന്റെ ഇടയിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പേടി കൊണ്ടുവന്നിട്ടുണ്ട്. EV എന്ന് പറഞ്ഞാൽ തീ പിടിക്കാൻ ഫയർ അതിന്റെ ഒരു കാര്യം വന്നത് ഓല ശരിക്കും ഈ ഒരു ഡച്ച് ബ്രാൻഡ് ഏതായാലും ഒരു ബ്രാൻഡിൽ അക്വയർ ചെയ്തതാ. അപ്പോൾ സംഭവം സിസ്റ്റം കംപ്ലീറ്റ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മളെ കാലാവസ്ഥയിൽ ചെയ്യാനാവുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അതിന് ഓവർ ഹീറ്റിങ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നത്. പക്ഷെ അതിപ്പോ ബെറ്ററായി ഒരുപാട്. വെള്ളത്തിൽ പോകാൻ നല്ല അടിപൊളി കേട്ടോ. അതൊരിക്കലും ഒരു ഐസ് എഞ്ചിൻ വണ്ടിക്ക് നടക്കാത്ത കാര്യം. കഴുത്തട്ട വെള്ളത്തിലൊക്കെ ഓല വന്ന് വീഡിയോ കണ്ടില്ല. എന്തോ സീൻ ഒരു കമന്റ് ഉണ്ടായിരുന്നു, നനഞ്ഞ പോലെ കത്തൂല കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളി. ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു മാസത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു വൈറലായ വീഡിയോ ആണ് ഈ ടാറ്റ ഹാരിയറിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ. അതേപോലെ അത്രയും ഒരു 3000-4000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡിൽ ഡോക്ടർ ഫഹദോ നമ്മുടെ മലപ്പുറത്ത് നിന്നുള്ളൊരു പുള്ളി അത്യാവശ്യം ഓഫ് റോഡ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഒരു ജീപ്പ് എന്തോ പേരുണ്ടായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് തന്നു അല്ലേ? ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ശരിക്കും നല്ലൊരു കോമ്പറ്റീഷനാണ്. മഹീന്ദ്രയും ടാറ്റയും തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഫീച്ചർഫുൾ ആയിട്ടുള്ള കാറുകളും എല്ലാം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ടാറ്റ ഇത്ര അവരെ ആ വണ്ടി അത്ര കേപ്പബിൾ ആണെന്ന് കാണിക്കാനാ ആ പറയുന്നത്. അത്രയും അഡ്വാൻസ് കണ്ടീഷൻ അത്ര ആ 34-32 ഡിഗ്രി ഇൻക്ലിനേഷൻ ആ വണ്ടി അവിടെ കയറ്റി കൊണ്ടുപോകുന്നത്. അവിടെയാണ് അവരുടെ ഒരു ബിൽഡിംഗ് കോൺഫിഡൻസ്. അതും ഇതുപോലെ പണ്ട് മുതലേ നമുക്കുള്ള ഒരു കാര്യമായിരുന്നു. ആദ്യം ഇറങ്ങിയത് EVs 2 വീലേഴ്സ് ഇറങ്ങിയില്ലേ, നോർമൽ നിക്കൽ കാഡ്മിയം ബാറ്ററി വെച്ചിട്ടുള്ള നോർമൽ EV. ആ EVക്കൊക്കെ മിനിമം ഒരു മാക്സിമം 50 കിലോമീറ്റർ സ്പീഡോ ഉള്ളൂ, വലിവും ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ചിന്തയാണ് ഇങ്ങനെ കയറ്റം കയറൂല എന്നുള്ള. വണ്ടി മീൻസ് ഈ റൊമായി അങ്ങനത്തെ അതൊക്കെ 25 km/h സ്പീഡൊക്കെ കിട്ടും. ശരിക്കും ഹെൽമെറ്റും വേണ്ടെന്ന് തോന്നുന്നില്ലേ? ആ ഒരു ടൈമിലാണ് എല്ലാവരുടെ ഇടയിൽ ഇത് വന്നത്. അമർ അക്ബർ അന്തോണി സിനിമയിലില്ലേ മറ്റേ ജയസൂര്യൻ അതിലിങ്ങനെ പറയുന്നില്ല, നിന്റെ വണ്ടി വലിയ അതിൽ കയറിയിട്ട് പരീക്ഷ നാളെ അതുപോലത്തെ അവസ്ഥയാണല്ലോ. അപ്പൊ ആ സമയത്താണ് എല്ലാവരുടെ ഇടയിൽ EVക്ക് വലിവുണ്ടാവോ, കയറ്റം കയറാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത വന്നത്. പക്ഷെ ആ പൊസിഷനിലേക്കാണ് ഇപ്പൊ ഹാരിയർ EV ഇത്രയും കേപ്പബിൾ ആയിട്ട് വന്നത്. ഹാരിയർ EVന്റെ ഒരു എന്താ പറയണ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. മീൻസ് ഒരൊറ്റ നോട്ടത്തിൽ കുറവായിട്ട് തോന്നും. ആവശ്യമുള്ള ഡിപ്പാർച്ചർ ആംഗിളും മറ്റേ ഹാരിയർ EV ശരിക്കും പറഞ്ഞാല് കംപ്ലീറ്റ് EV എന്നുള്ള രീതിയിൽ പ്ലാറ്റ്ഫോമിൽ ഡിസൈൻ ചെയ്തതല്ല, പഴയ ഇതിലൊന്നും കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് EV പ്ലാറ്റ്ഫോം ചെയ്ത 2 വണ്ടിയാണ് നമ്മളെ മഹീന്ദ്ര പിന്നെ XEV9. അത് രണ്ടും ശരിക്കും ഇന്ത്യൻ ടെസ്ല എന്ന് പറയാം. അത്രയും ഫീച്ചർ എനിക്ക് ഞാൻ ഒറ്റ നോട്ടത്തിൽ വല്ലാണ്ട് അട്രാക്റ്റീവ് ആയ വണ്ടിയാണ് B6. അതായത് അതിന്റെ ഒരു സ്പോർട്ടി ഡിസൈൻ അത്യാവശ്യം മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ഒരു സിഗ്നലിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഗ്രീൻ സിഗ്നൽ വീണപ്പോൾ ഇത് പോയ പോക്കണ്ട് ഞാൻ ഇങ്ങനെ നോർമൽ ആൾക്കാരുടെ ഒരു ഏരിയ വന്നൊരു ഫീൽ ആ വണ്ടിക്ക്. അതേപോലെ ജാഗ്വറിന്റെ അത് എത്ര റേഞ്ച് കിട്ടുന്ന ഞങ്ങൾക്ക് അറിയില്ല, ഐഫേസ് എന്ന് പറഞ്ഞുള്ള ഒരു മോഡൽ ഉണ്ട്. അതും നല്ലൊരു ഞാനും കോഴിക്കോട് ജാഗ്വർ ബ്രാൻഡ് നമ്മളെ മൈൻഡിൽ ആദ്യം ഇങ്ങനെയാണ് ഇതൊക്കെയുള്ള ഒരു അത്രയും റഗഡായിട്ടുള്ള അങ്ങനെയുള്ള ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന നല്ല വില്ലന്മാര് ഗുണ്ടകൾ ഓരോക്കെ വണ്ടിയാണ് അത്. ആ വണ്ടിക്ക് കംപ്ലീറ്റ് EVയിലേക്ക് സ്വിച്ച് ആവുന്ന. അപ്പോൾ ഓരോ ഡിസൈൻ മൊത്തം മാറി. പക്ഷെ അത് ഒരു ഫെമൈൻ ടച്ച് പോലെയൊക്കെ വന്നിട്ടുണ്ട് വണ്ടിക്ക്. അത്ര വലിയൊരു കമ്പനി കംപ്ലീറ്റ് EVയിലേക്ക് ഇത്ര ധൈര്യത്തോടെ മാറുന്നുണ്ടെങ്കിൽ EV ഒരു സംഭവമാണ്. കോൺഫിഡന്റ് ആണ്. അങ്ങോട്ട് വരുമ്പോൾ കൂടുതൽ ടെക്നോളജി അഡ്വാൻസ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പം AI ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അധികം ഓപ്ഷൻസ് അവൈലബിൾ ആവും. അത് ശരിക്കും ഐസ് എഞ്ചിനിൽ പറ്റാത്ത പല കാര്യങ്ങളും ഇതിൽ നടക്കുന്നുണ്ട്. AI ഇന്റഗ്രേഷൻ, ഓട്ടോണമസ് ഡ്രൈവിംഗ് ഒക്കെ EV തന്നെയാണ് മാക്സിമം എല്ലാം
നടക്കുന്നുള്ളൂ. മറ്റേ IC എഞ്ചിനിൽ ഇപ്പോൾ കൺട്രോളിങ് ഗിയർ ഒരു അപ്ഡേറ്റ് സർവീസ് മീൻസ് ഒരു സർവീസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൂടെ മീൻസ് ഓ ചെയ്യാം. ഒരു മൊബൈലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വരും. ഇപ്പോൾ IC എഞ്ചിനിലെ വണ്ടിയാണ് കിയൻ്റെ സോണറ്റ് സെൽട്ടോസ് ഒക്കെ ആണെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് കൊടുത്തിട്ട് അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ കിയ EV6 എന്ന് പറഞ്ഞൊരു വണ്ടി. EV6 പക്ഷെ അത് നല്ല പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് തോന്നുന്നു, 60 അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ടോപ്പ് വണ്ടിയാണ് നല്ല, അതൊക്കെ കാണാനും അതിന് EV6 ഒക്കെ കുറെ മുന്നേ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. അതിനൊക്കെ ആ സമയത്ത് തന്നെ ഏകദേശം 500 കിലോമീറ്റർ റേഞ്ച് വരുന്നു. അതും IONIQ 5 ആയിരുന്നു. എനിക്ക് പേഴ്സണലി IONIQ 5 ഫാനാണ്. അടിപൊളി അതിന്റെ ലുക്കും ഒരു യുണീക്നെസ് ആണ്. നമ്മൾ EV-നെ കൊണ്ട് സംസാരിക്കും. നമ്മളെ കോളേജിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ആളാണ്. EEE ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയണ്ടേ, ഞങ്ങളത് സൂപ്പർ കപ്പാസിറ്റർ വെച്ചിട്ട് ബാറ്ററി നിന്ന് മാറിയിട്ട് സൂപ്പർ കപ്പാസിറ്റർ ഫുള്ളായിട്ട് മാറുന്നില്ല, ഒരു ഹൈബ്രിഡ് ബാറ്ററി പ്ലസ് സൂപ്പർ കപ്പാസിറ്റർ ആ ഒരു മോഡലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹൈബ്രിഡ് എഞ്ചിനല്ല, സൂപ്പർ കപ്പാസിറ്റർ പ്ലസ് ബാറ്ററി. നല്ലൊരു കോൺസെപ്റ്റ്. സൂപ്പർ കപ്പാസിറ്റർ വെച്ച് തന്നെ ഡൈനാമിക്കലി വയർലെസ് ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ കപ്പാസിറ്റർ പെട്ടെന്ന് ഫാസ്റ്റ് ചാർജ് ആണല്ലോ. ജർമ്മൻ ചൈന റോഡിലൊക്കെ ഗ്രിഡ് കണ്ട് ചെയ്തിട്ട് വയർലെസ് ചാർജ് വെച്ചിട്ട് പോകുന്ന ടൈമിൽ തന്നെ. അത് മറ്റേ MI-ന്റെ കാരണം ഉണ്ടെന്ന് തോന്നുന്നു ടെക്നോളജി. SU7 ശരിക്കും എവിടുന്നൊക്കെയോ നോക്കുമ്പോൾ ഒരു പോർഷെ ടച്ച് ഉണ്ട്. SU7 അങ്ങനെ അത് ശരിക്കും ഒരു മൊബൈൽ ബ്രാൻഡാണ്. നമ്മള് ഷവമി മൊബൈൽ ബ്രാൻഡ് അതിന്റെ കാരണം എന്താ, ഒരു പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു IC എഞ്ചിൻ വണ്ടി ഡിസൈൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ EV ചെയ്യാൻ പറ്റും. കാരണം ഒരു ഇലക്ട്രോണിക്സ് ബ്രാൻഡാണ് അത്. ആപ്പിൾ വർക്കോ അത് പണ്ട് തൊട്ട് എത്ര ഞാനൊക്കെ ചെറുപ്പത്തിൽ ചാർജിങ് സ്റ്റേഷനും പിന്നെ ജസ്റ്റ് ഇങ്ങനെ കാറ് എടുത്തുകൊണ്ട് പോയി ചാർജ് ചെയ്ത് തിരിച്ചുകൊണ്ടാക്കുന്ന സിസ്റ്റം അല്ല. അതെ, അപ്പൊ ആപ്പിളും കൂടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ റേഞ്ചിന്റെ കാര്യം അങ്ങനെ പറയുമ്പോൾ ബാറ്ററിന്റെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ലിഥിയം അയൺ ബാറ്ററി തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പല വേരിയേഷൻസ് വരുന്നു. പിന്നെ ഇത് സ്വാപ്പബിൾ ബാറ്ററി അതൊക്കെ പുറത്ത് മുന്നേ വന്നിട്ടുണ്ടോ? നമ്മള് റീലൊക്കെ കാണുന്നുണ്ട്. ഹീറോ ഇവിടെ ഇറക്കി പക്ഷെ അതിനും കുറച്ച് ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് ട്രെൻഡായി മാറിയ റേഞ്ച് കുറവായി. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ്, പിന്നെ ഞാൻ ഫാനായ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഏതർ എനർജിയാണ്. ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ഇന്ത്യൻ ബ്രാൻഡാണ്. നമ്മളെ പോലെയുള്ള ബിടെക് സ്റ്റുഡൻസ് അത് അതിൽ വലിയ വലിയ കമ്പനികൾ ഷെയറൊക്കെ എക്സ്പീരിയൻസ്ഡാ. ക്ലാസ്സിൽ നമ്മളെ ക്ലാസ് തന്നെ 3 കോളേജിൽ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. EVs കുറെ ഉണ്ട്. ഞങ്ങള് ഫ്രണ്ട്സ് തന്നെ EV എടുക്കുന്ന ഏതെടുക്കുന്ന ടൈമിൽ കുറെ പറഞ്ഞിട്ടുണ്ട്, വേണ്ടാടാ ദൂരെ ഓലെടുക്കടാ അല്ല മീൻസ് EV തന്നെയാണ് തന്നെ. കാരണം ഞങ്ങൾ അതിന്റെ ഡിസൈനിൽ വീണ് എല്ലാരും. ഞാൻ എതർ ഓലെയും കമ്പയർ ചെയ്യുമ്പോൾ ഞാനും പറയാറുള്ളത് എതറാണ് കുറച്ചും കൂടെ. അതല്ല ഡിസൈനിലും അതുപോലെ തന്നെ പാട്ടൊക്കെ കേട്ട് കണ്ടുപിടിക്കണ ഓലെടുക്കണ. പക്ഷെ പിന്നെ അങ്ങോട്ട് ഓലേന്റെ കുറെ വിഷയങ്ങൾ വന്നപ്പോ പിന്നെ പറഞ്ഞു ഏതൊരു അടുത്തതിനെ കൊണ്ട് രക്ഷപ്പെട്ട്. അത് ആ ടൈമില് ഫീച്ചേഴ്സ് കുറവായിരുന്നു. പിന്നെ എന്ന് പറയുന്നില്ല, അത്യാവശ്യം ഓട്ടോ ഹോൾഡ് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓല വണ്ടി അത്യാവശ്യം നമുക്ക് എല്ലാ രീതിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നല്ല ടോർക്ക്, കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ടോർക്ക് ഉണ്ട്. ടോർക്കിന്റെ കാര്യം പറയാമോ, EV-ന്റെ ഏറ്റവും ഇത് വരുന്നത് ഇൻസ്റ്റന്റ് ടോർക്കാണല്ലോ. അതിപ്പോ നമ്മൾ ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് കെയർ ചെയ്തില്ലെങ്കിൽ തെറിച്ചു ഉറപ്പാ തെറിച്ചു. EV-ക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല, IC എഞ്ചിനിൽ നമുക്ക് ഇത്ര RPM എഞ്ചിൻ എത്തിയാലാണ് ഫുൾ ടോർക്ക് കിട്ടുള്ളൂ. ഇവിടെ ഇൻസ്റ്റന്റ് ടോർക്ക് അല്ലേ, അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫുൾ പവർ ആണ് നമുക്ക് കിട്ടുന്നത്. അത് ഞാൻ ഇന്നലെ ധനുഷിന്റെ ഒപ്പം ഞാൻ നേരെ ബാക്കോട്ടേക്ക് പോവാ. EV സംഭവം സെറ്റാണ്. ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ ഹെഡ്സ് ആണല്ലോ EV-നെ വെറുക്കുന്നവര്. പക്ഷെ അത് EV ഓടിച്ചിട്ടുണ്ടെങ്കിലും അവരും പറയുന്നത് ഇതിന്റെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ കിട്ടൂല. അതായത് ഇപ്പോ എന്താ പറയണ്ടേ, IC എഞ്ചിനിലാണെങ്കിൽ മാനുവൽ ആയിരുന്നു ഫസ്റ്റ് ഉള്ളത്. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കിലേക്ക് മാറിയപ്പോൾ ആ ഒരു മാനുവലിന്റെ ഷിഫ്റ്റിങ് കിട്ടില്ല, ഓട്ടോമാറ്റിക്കിലേക്ക് മാറുമ്പോൾ അതൊന്ന് മാറിയപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് ഇല്ലല്ലോ EV-ന്റെ അകത്തേക്ക്. ഷിഫ്റ്റ് വരാത്തത് നമുക്ക് അതിന്റെ ആവശ്യമില്ല.
എന്തുകൊണ്ട് അതിന്റെ ഗിയർ ടോർക്ക് ടോർക്ക് കിട്ടും. പിന്നെ ശരിക്കും ഗിയർ ബോക്സ് വന്നു കഴിഞ്ഞാൽ അവിടെ എനർജി ലോസാ, കോംപ്ലിക്കേഷൻ. അല്ല ശരിക്കും ഇലക്ട്രിക് മോട്ടോറിന് വേണ്ടല്ലോ. ഇത് ഗിയർ വരുന്ന മാനുവൽ ഗിയർ വരുന്ന EV ബൈക്ക് ഇറങ്ങിയിട്ടുണ്ട്, പേരെന്നോട് മറന്നു പോയിട്ടുണ്ട്. അപ്പോ എൻ്റെ ഒക്കെ ആദ്യത്തെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ട്രെയിന് എഞ്ചിനിലാണ് വർക്ക് ചെയ്യുന്നത്. മീൻസ് IC എഞ്ചിനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഡീസൽ കറക്റ്റ് ഡീസൽ എടുത്ത് എഞ്ചിൻ കറക്കി ഓട്ടുന്ന ഒരു പക്ഷെ അന്ന് തന്നെ ആദ്യമേ ഈ ഇലക്ട്രിക് യൂസ് ചെയ്തിട്ട് തന്നെയല്ലായിരുന്നോ ട്രെയിൻ ചെയ്ത്? അതായത് ആദ്യത്തെ ഡീസൽ എഞ്ചിൻസും ഇലക്ട്രിക് ട്രെയിൻ തന്നെയായിരുന്നു. ഇലക്ട്രിക്കൽ പ്രൊഡ്യൂസ് ജനറേറ്റർ ആയിരുന്നു, ഡീസൽ ജനറേറ്റർ ആയിരുന്നു അവിടെ യൂസ് ചെയ്തത്. നമ്മൾ ഡയറക്റ്റ് പവർ മേലെ സപ്ലൈ പണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ മാറി ഡയറക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോ ഈ ഇലക്ട്രിക് കേപ്പബിൾ ആണ്, അത്രക്കും വെയിറ്റ്. അതിന്റെ കാരണം വരുന്നത് നമ്മളെ IC എഞ്ചിൻ വെച്ചിട്ടാ ഒരു ട്രെയിനിന്റെ എഞ്ചിൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു സ്റ്റോപ്പിൽ നിർത്തി തിരിച്ചെടുക്കുമ്പോൾ ക്ലച്ചൊക്കെ റിലീസ് ചെയ്ത് വണ്ടി എടുക്കുമ്പോഴേക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാകും മൊത്തം. അവർ ഈ ടോർക്ക് കിട്ടില്ല, അത്ര RPM എത്തിച്ച് നമ്മൾ അതുകൊണ്ടായിരിക്കും അന്നേ ഇൻഡക്ഷൻ മോട്ടറാണ് തോന്നുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോ അവിടെ EV തന്നെയാ, അത് ഇത് തന്നെ EVന്റെ കേപ്പബിലിറ്റി വലിയ കാര്യം തന്നെയാണ്. ആകെ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നത് ബാറ്ററി അതിന്റെ സപ്ലൈ ആണ് എങ്ങനെ കൊടുക്കാന്നുള്ളതാണ്. ശരിക്കും നമ്മൾ EVയിലേക്ക് മാറുന്നത് എന്താ, വേസ്റ്റ് പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള രീതിയിലാണ്. പക്ഷേ അപ്പോഴും ഒരു വേറൊരു സൈഡ് നോക്കുമ്പോൾ EVക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ആ സൈഡിൽ, പൊല്യൂഷൻ്റെ കാര്യത്തിൽ. കാരണം ബാറ്ററി റീസൈക്ലിങ് കംപ്ലീറ്റ് 100% ഇതുവരെ സക്സസ് ആയിട്ടില്ല. പിന്നെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പവർ, റീചാർജ് യൂസ് ചെയ്യുന്ന പവർ ഏത് ഒരു സോളാർ വെച്ച വീട്ടിലാണെങ്കിൽ, സോളാർ അതായത് ഒരു വീട്ടിൽ ഇപ്പോൾ സോളാർ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ സൂര്യഭഗവാന്റെ കൃപയിലല്ല ഓടുന്നത്. ഫ്രീയല്ലേ? ഇപ്പൊ നമ്മുടെ വടകരയിൽ തന്നെ നോക്കിയാല് ഒരു സോളാർ ചാർജിങ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട്. വടകര തന്നെ KCBന്റെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറയാ, അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഓണർ ഏകദേശം 90% ഓളം അങ്ങനെ കംപ്ലീറ്റ് റിന്യൂവൽ സോഴ്സിൽ വണ്ടി യൂസ് ചെയ്യുന്നത്. അതല്ലേ ഒരു ബുദ്ധിപരമായ നീക്കം. അതാകുമ്പോ പൈസ വേറൊന്നിനും ട്രാൻസ്പോർട്ടേഷന് ചെലവാക്കണ്ടല്ലോ. ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരാൾ ഒരു 4000 മീൻസ് എത്ര എമൗണ്ട് ആണ് അവർ ഫ്യൂവലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇപ്പോഴും 90% ആൾക്കാർ യൂസ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ളത് KCBന്റെ സപ്ലൈ സപ്ലൈ എവിടുന്ന് വരുന്ന KCBന്റെ സപ്ലൈ നമ്മളായിരിക്കും കംപ്ലീറ്റ് ഡാമെന്ന് അതും നാച്ചുറൽ സോഴ്സ്. അതിൽ കൂടുതൽ കോള് പിന്നെ ന്യൂക്ലിയർ ഒക്കെയാണ്. നമ്മളിപ്പോ KCBന്റെ പറയുകയാണെങ്കിൽ തന്നെ LRB ആയിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ല, മെജോറിറ്റി പുറത്തുനിന്ന് അവർ പർച്ചേസ് ചെയ്യാണ്. പക്ഷേ ഇപ്പൊ മഴക്കാലത്ത് എന്താണ് ഹൈഡ്രോ അതൊക്കെ, പക്ഷേങ്കില് ബാക്കി എല്ലാ ടൈമിലും ഒക്കെ പർച്ചേസ് ചെയ്യാണ്. നോക്കുമ്പോ ശരിക്കും ഇപ്പോഴും കംപ്ലീറ്റ്ലി റിന്യൂവബിൾ അല്ല. പക്ഷേ എക്കണോമിക്കലാണ്. പക്ഷെ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലുണ്ട്. പക്ഷെ അത് കുറച്ച് കാലം ഡെയിലി കൂടുതൽ കിലോമീറ്റർ ഓടുന്ന ഒരാളാണെങ്കിൽ അത് അതായത് ഇപ്പം നമ്മളൊക്കെ കാർ വാങ്ങിയിട്ട് ഇപ്പൊ ഡെയിലി യൂസ് ചെയ്തില്ല. അങ്ങനത്തെ ഒരാൾക്ക് ഒരിക്കലും EV സ്യൂട്ട് ആവൂല. ഡെയിലി ഇപ്പം അത്യാവശ്യം ഓട്ടം ഉണ്ടെങ്കിൽ എന്തായാലും ആ സമയത്ത് നമ്മളെ കോമറ്റ് ഒക്കെ സ്റ്റാർ ആണ്, ഡെയിലി യൂസ് ചെയ്യാം. ഒരു കോളേജ് സ്റ്റുഡന്റ് എല്ലാം വേണേ കിട്ടിയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, നമ്മള് വേണേ AC ഇട്ട് വരാം, ഒരു പ്രശ്നമില്ല. ഇത് പെട്രോൾ തീരുന്നോ മൈലേജ് കുറയുന്നു ഒന്നും. കോമറ്റ് വാങ്ങാൻ മറ്റേ ഒരു ബാസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷെ മറ്റേ സെൽഫ് ഡ്രൈവും കൂടെ ആണെങ്കിൽ നമുക്ക് എക്സാം ടൈമിലൊക്കെ പഠിച്ചോണ്ട് ഇപ്പൊ പല ആൾക്കാരും രാവിലെ വന്നിട്ടൊക്കെയാണ് റെക്കോർഡൊക്കെ വണ്ടിയിൽ നിന്ന് എഴുതിയിട്ട് വരാമല്ലോ. ഇപ്പൊ കോളേജസ് കയറിയ കാണാം എല്ലാരും പഠിക്കായിരിക്കും. അപ്പൊ നമുക്ക് വണ്ടി നമ്മളെ സ്വന്തം വണ്ടി ചെയ്യാം. പക്ഷെ ഇപ്പം കൂടുതൽ ആപ്ലിക്കബിൾ നമ്മുടെ കേരളത്തിലെ റോഡ് വെച്ച് നോക്കുമ്പോൾ ഈ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇതും കുറച്ച് സാധ്യത കുറവാണ്. ടെസ്ലന്റെ ഈ ഓട്ടോമേഷൻ സൈഡ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇന്ത്യൻ റോഡ്സ് ആയിരിക്കും മേ ബി അവർക്ക് അവരെ മെഷീൻ ലേണിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവിടെ ഡ്രൈവിംഗ് ഇവിടെ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, എവിടെ വേണമെങ്കിലും ഓട്ടാം. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഈസി ആയിട്ട് മേ ബി ഇപ്പൊ ടെസ്ല ഇന്ത്യയിൽ വന്നതുകൊണ്ട്
അവരെന്തായാലും കുറച്ച് കാലം കൊണ്ട് ഓട്ടോണമസ് ഡ്രൈവിംഗ് ഇവിടെയും enable ആക്കും. ഇപ്പോൾ ടെസ്ല തന്നെ അല്ലേ മറ്റേ അതായത് കമ്പനി ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിന്റെ കയ്യിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി ഞാനിത് എത്തിയിരിക്കുന്നു മുതലാളി. ശരിക്കും അത്ഭുതമല്ലേ, ആലോചിച്ച് നോക്ക്. വണ്ടി ബുക്ക് ചെയ്ത് നമ്മള് വീട്ടിൽ നിൽക്കുമ്പോൾ പുതിയ വണ്ടി നേരെ വീട്ടിൽ അതല്ല ശരിക്കും ഫ്യൂച്ചർ നമുക്ക് കാണാൻ തുടങ്ങി. നമ്മൾ പണ്ട് കുറച്ചു കാലം മുന്നേ നമ്മൾ എവിടെയായിട്ട് വായിച്ചും കണ്ടും തുടങ്ങിയ സാധനങ്ങൾക്ക് നേരിട്ട് കാണാൻ തുടങ്ങി. ആദ്യമൊക്കെ നമ്മുടെ ബാറ്ററി വണ്ടി എന്ന് പറഞ്ഞ കോമഡി പീസ് ആയിട്ട് കണ്ട സാധനം ഇപ്പൊ ആൾക്കാർ അത്രയും അക്സെപ്റ്റൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് വലിയ കാര്യം. കോമൺ ആവാൻ മെയിൻ കാരണം ഇതുകൊണ്ടാ. 3 വീലേഴ്സ് ശരിക്കും ഓട്ടോറിക്ഷ സാധാരണക്കാരന്റെ വണ്ടിയാ. അപ്പൊ അതിലേക്ക് വന്ന് നല്ലൊരു മാറ്റം കൊണ്ടുവന്നത്. കാരണം അത്രക്ക് EVs എല്ലാ ബ്രാൻഡ്സും EV ഇറക്കി. മറ്റേ മോട്ടറൊക്കെ ഇപ്പം EVക്ക് ആയിട്ട് കമോണ്ട്രാന്നൊക്കെ പറഞ്ഞൊരു മുന്നിൽ കാവച്ചിട്ട് നല്ല സ്പേഷ്യസ് ആണ് വണ്ടി, നല്ല വണ്ടിയാണ്. പിന്നെ ബാക്കി നമുക്കറിയുന്ന പിയാജിയോ ഇറങ്ങിയിട്ടുണ്ട്, ലോഗോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പിയാജിയോന്റെ മോഡൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആപ്പേന്റെ EV വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫീൽഡിലേക്കും. പിന്നെ ഗുഡ്സ് കൊണ്ടുപോകുന്ന വണ്ടികളായാലും ടാറ്റേൻ്റെ അങ്ങനെ എന്താ പറയുക ലാസ്റ്റ് മൈൽ മൊബിലിറ്റി എന്ന് പറയുക, വലിയ വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉള്ളിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടികളാണ് ഈ ചെറിയ ഗുഡ്സ് യൂസ് ചെയ്യുന്ന വണ്ടികൾ. അതൊക്കെ EV ആയി. ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ച മുന്നേ അല്ലേ ടാറ്റ എയ്സ് എല്ലാവരും അറിയുന്ന മോഡലാണ് എയ്സ് പ്രോ എന്ന് പറഞ്ഞാൽ. അതേപോലെ ദോസ്ത് അശോക് ലൈലാൻഡ് അതും അശോക് ലാൻഡിന്റെ സ്വിച്ച് ആണ് EV സെഗ്മെന്റ്. ടാറ്റക്ക് ടാറ്റ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവരിപ്പോൾ ഇറക്കി നോക്കുമ്പോൾ ഡീസൽ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യും, പെട്രോള് CNG EV. അപ്പോൾ അതിനൊരു 150 റേഞ്ച് എന്നാണ് പറയുന്നുണ്ട് ടാറ്റ. 150 റേഞ്ച് വെച്ച് ഡെയിലി ഒരു വണ്ടി ഒരു പോകുന്നൊരു യൂസർക്ക് ഓക്കെയാണ്. 150 റേഞ്ച് ഒക്കെ മതിയാവും. അശോക് ലേലൻ്റെ സ്വിച്ച് അങ്ങനെ എല്ലാ സെഗ്മെന്റിലും EV വന്നു. ഇപ്പോൾ അതായത് റേഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഫാസ്റ്റ് ചാർജിങ് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ മീൻസ് ആ ഒരു ബാറ്ററിക്ക് ആ ഒരു ക്യാപ്പബിലിറ്റിയും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ടല്ലോ. ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ നമ്മളെ നാട്ടുമ്പുറങ്ങളിലൊന്നും ഫാസ്റ്റ് ചാർജിങ് വന്നിട്ടില്ല. KCB ആയിട്ട് ആകെ നമുക്ക് പോസ്റ്റിന്റെ മേലൊക്കെ പ്ലഗ് പോയിന്റ്സ് കാണാൻ പറ്റും. ഫാസ്റ്റ് ചാർജിങ് വരുന്നത് KCBന്റെ മെയിൻ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും ഈ ഇതുപോലുള്ള ഓട്ടോറിക്ഷക്കും അതിനൊന്നും ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് വരുന്നില്ല. അതൊക്കെ അതിൻ്റെ തന്നെ ചാർജറും കൊണ്ട് തന്നെ പോകുന്നതാണെങ്കിലാണ്. അല്ലാണ്ട് വരുമ്പോൾ കാറ് പിന്നെ 2 വീലേഴ്സ് ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അവരെ ഒരു യൂണിവേഴ്സലായിട്ടുള്ളൊരു പ്ലഗ് കണക്ട് ചെയ്യും. ആ കാര്യത്തിൽ ഇന്ത്യയിലേക്ക് വന്ന് നോക്കുമ്പോൾ ടെസ്ല ഞാൻ ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ട്. ഇത് ടെസ്ലയുടെ സൂപ്പർ ചാർജർ അല്ലേ, ഒരു നല്ല ഭംഗിയുള്ള ഒരു ചോപ്പ് വൈറ്റും കളറിലുള്ള സംഭവം. ആ ചാർജർ ഉപയോഗിക്കുന്നത് DC ഇത് ഓർമ്മയില്ല. അപ്പോൾ പക്ഷെ അവർ യൂസ് ചെയ്യുന്നത് അവരുടേതായിട്ടുള്ളൊരു പ്ലഗിങ് മെക്കാനിസം അമേരിക്കയിലുള്ളത്. അപ്പോൾ ഇന്ത്യയിലേക്ക് അവർ അത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ നമ്മളിവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലഗ് പോയിന്റ് തന്നെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതുകൊണ്ട് ടെസ്ല വാങ്ങിയാൽ ഓരോ സൂപ്പർ ചാർജറിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. നമ്മളെ സാധാ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ചാർജേഴ്സിൽ. പക്ഷേ നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു പുതിയൊരു കാര്യത്തിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അതിന് ഏതൊക്കെ രീതിയിൽ അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് ഓക്കെ ഇനി ഇതില്ലാണ്ട് പറ്റില്ല എന്നുള്ള ഒരു ആയാലും മാത്രമേ നമ്മളത് എടുക്കുകയുള്ളൂ. പക്ഷെ ചില ആൾക്കാരുണ്ട് കേട്ടോ കൺമുട്ടി എന്താ വരുന്ന ഇപ്പൊ സോളാറിന്റെ പറഞ്ഞല്ലോ, സോളാർ വീട്ടിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്ത എത്രയോ പേരുണ്ട്. അവർക്ക് വലിയ കോസ്റ്റ് ഇല്ല. പക്ഷേ ഇത് പൈസയാണ് പ്രശ്നം. എല്ലാത്തിനും ഒരു ഇനീഷ്യൽ കോസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ഏത് മോഡൽ എടുത്ത് നോക്കിയാൽ EV ഇപ്പോഴും എക്സ്പെൻസീവാണ്. ഈ സാധാരണക്കാരൻ്റെ കാറുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ വരുന്ന ടാറ്റ ടിയാഗോ പഞ്ചൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. IC മോഡലാകുമ്പോൾ പഞ്ചിനൊക്കെ അറൗണ്ട് 6 ലക്ഷം അങ്ങനെ. പക്ഷെ നേരെ മറിച്ച് അതിന്റെ EVയിലേക്ക് പോകുമ്പോൾ 10ന്റെ മേലേക്കാണ് പോകുന്നത്. നെക്സോൺ നല്ല പ്രൈസ് ഡിഫറൻസ് അത്രയൊന്നും നമ്മളെ മലയാളീസ് അത്ര പെട്ടെന്ന് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യൂല. ഈ ഒരു
പെട്രോൾ അടിച്ച് ഓടിക്കാം, അത് മതി, അങ്ങനെയുള്ള ഒരു മൈൻഡിലായിരിക്കും. അല്ലാണ്ട് EV-യിലേക്ക് പോയാൽ ഇത്ര ലക്ഷം കൂട്ടിക്കൊടുത്ത് എനക്കെന്ത് കിട്ടുന്നു അങ്ങനെ. പക്ഷേ ലോങ് റണ്ണിൽ നോക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പം ഒരു EV വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നുള്ളൂ. പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റിയാണ് യൂസ് ചെയ്യുന്നത് യൂണിറ്റിന്. ഇപ്പം കൂടുതലും ചീപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇലക്ട്രിസിറ്റി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു വണ്ടി എടുത്തിട്ട്, സാധാരണ ഒരു പെട്രോൾ വണ്ടി അല്ലെങ്കിൽ എടുത്തിട്ട് ഇത്രയും കാലം നമ്മൾ പെട്രോളിന്റെ എക്സ്പെൻസ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം ക്രൂഡ് ഓയിലിന്റെ വില കൂടി വരികയാണ്. അത്ര എക്സ്പെൻസ് നോക്കുമ്പോൾ EV ആണ് എപ്പോഴും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നമുക്ക്. 2-വീലർ ഉപയോഗിക്കുന്ന ഞാൻ വണ്ടർ അടിക്കലുണ്ട്. ചില സമയം ഞാൻ പെട്രോൾ അടിച്ച പൈസ എല്ലാം ടോട്ടലി സമയം നോക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആവും. പണ്ട് അഫോർഡബിൾ CNG-ക്ക് വരെ ഇപ്പം പൈസ കൊടുക്കില്ലേ? പണ്ട് CNG ആൾക്കാർ പൈസ കുറയ്ക്കാനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഫ്യൂച്ചറിൽ ഇത് ഈ ഇലക്ട്രിസിറ്റിക്കും പൈസ മാറും. കാരണം പക്ഷേ ഇലക്ട്രിസിറ്റി ചീപ്പാന്ന് പറയുമ്പോൾ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ രാവിലെ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വഴക്ക് കേൾക്കാം. മീൻസ് ലൈറ്റ് ഇട്ടിട്ട് ഓഫ് ആക്കാതെ പോകുന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ല് കൂടും. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഒരു നോർമൽ ഒരു ആവറേജ് ആൾക്കാരുടെ ഇടയിലുള്ള ഒരു കറണ്ട് ബില്ല് എന്ന് പറഞ്ഞാൽ തന്നെ 1000 കഴിഞ്ഞിട്ടുണ്ട്. ടെക്നോളജി മാറിയോണ്ട് ഒരുപാട് നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് പവർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ EV-ന്റെ കാര്യം പറയുന്നത് ഗവൺമെന്റ് കൊടുത്തിരുന്ന സബ്സിഡീസ് എല്ലാം ഏകദേശം ഒഴിവായി തുടങ്ങി. ഒരു നോർമൽ വണ്ടീന്റെ ഇതിലേക്ക് മാറി. കാരണം ഇപ്പൊ ആൾക്കാർ EV യൂസ് ചെയ്യുന്നുണ്ട്, മീൻസ് എടുക്കുന്നുണ്ട്. ഇവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു സബ്സിഡീസ് കൊണ്ടുവന്നത്. സെയിം കാര്യം സോളാറിലേക്ക് വരുമ്പോഴും സോളാറിന് കൊടുത്ത സബ്സിഡീസ് പലതും കുറച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ EV-യും ഇലക്ട്രിസിറ്റിയും എല്ലാം ഇനി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തന്നെ മാറും. ജീവിക്കാൻ നമ്മള് കുറച്ച് പാടുപെടണം. മെയിനായിട്ട് EV-നെ എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് റിന്യൂവബിൾ ആയിട്ട് ഉപയോഗിക്കാം, ബാറ്ററി എങ്ങനെ കംപ്ലീറ്റ് റീസൈക്കിൾ ചെയ്യാം, അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ്. അത് ഈ റീസൈക്ലിംഗ് എല്ലാം 100% സക്സസ് ആയാൽ ആ പൊല്യൂഷൻ്റെ കാര്യങ്ങൾക്കെല്ലാം നോക്കുമ്പോൾ EV ഓക്കെ 100%. ലിഥിയം ബാറ്ററി അത്യാവശ്യം റിലയബിൾ ആണ് അല്ലേ? റിലയബിൾ ആണ്. ഇതാണ് പ്രശ്നം, റീസൈക്ലിംഗ് ആണ് ബുദ്ധിമുട്ട്. ഇപ്പം പിന്നെ സോഡിയം അയൺ ബാറ്ററി കൂടി വരുന്നുണ്ട്. അത് അധികം അധികമായിട്ട് വന്നിട്ടില്ല. എന്നാലും സോഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാധനം. ശരി, അതിന് എനർജി ഡെൻസിറ്റി കുറവാണ്. അതാണ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം സോഡിയം ബാറ്ററീസിന്. ഈ നമ്മൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ലിഥിയം അയണിൻ്റെ വരുമ്പോൾ അത്രയും കൂടുതൽ മൈനിങ് നടത്തുന്നുണ്ട്. ഇതിന് അധികം അവൈലബിൾ അല്ല. അപ്പോൾ ഈ സോഡിയം അയൺ ബാറ്ററി ഇംപ്ലിമെൻറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. അന്നേരം എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് റീസൈക്ലിംഗ് ഒക്കെ പോസിബിൾ ആയി വരും, സെറ്റായിട്ട് മാറും. ധനുഷിപ്പോൾ ഒരു EV എടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും എടുക്കാം? ബഡ്ജറ്റ് ഒന്നും നോക്കണ്ട. ബഡ്ജറ്റ് നോക്കുന്നില്ല. ഞാൻ കാര്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിലുള്ളത് B6. പക്ഷെ അതിലൊരൊറ്റ പോരായ്മയാണ് കാണുന്നത്, കുറച്ച് ഇന്റീരിയർ കംഫർട്ട്. ഇനി കംഫർട്ട് ഇതൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്നതാണ്. അതും ഞാൻ മഹീന്ദ്ര തന്നെ പോവുക. അത് ശരിക്കും ലക്ഷറി ആയിട്ട് പോകാൻ പറ്റും. അത് അങ്ങനെ ഇറക്കിയത് അതായത് മഹീന്ദ്ര മീൻസ് ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നെയാണ് ഞാൻ പറയാ അയോണിക് 5. ഇപ്പൊ ഓക്കെ V6 എനിക്കും ഇഷ്ടപ്പെട്ട്, നല്ല വണ്ടി. എനിക്ക് എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രാൻസിൻ്റെ ഒരു വണ്ടിയുണ്ട്, ചാർജ് കാർസ് എന്ന് പറഞ്ഞിട്ട്. അതൊരു പക്ഷെ ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല. കുറച്ചും കൂടെ അത് സ്റ്റണ്ടിങ്ങിനൊക്കെ ആയിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് എന്നെ കുറച്ചും കൂടെ ഒരു ബ്ലാക്ക് ലുക്കിലാണ് വന്നത്, ബ്ലാക്ക് പെയിൻറ്റിലൊക്കെയാണ് വന്നത്. വേറെ മോഡലൊന്നും അങ്ങനെ ഇറങ്ങിയില്ല. പിന്നെ അതിൻ്റെ റേഞ്ചും പറയുന്നത് 300 കിലോമീറ്റർ ഒക്കെയാണ്. ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത് മറ്റേ പ്രൊമോഷൻ വീഡിയോ കൂടി കണ്ടിട്ട് ഒരു സിനിമാറ്റിക് ഒരു അപ്പിയറൻസും കൊണ്ട് ഹാരിയർ അല്ലെങ്കിൽ ഒരു മറ്റേ ടാറ്റാൻ്റെ തന്നെ കർവ് EV ഒരു നല്ലൊരു ഓപ്ഷനായി തോന്നി. ഡൗൺ ആയി പോയതിന്റെ കാരണം മഹീന്ദ്ര എല്ലാം കൂപ്പ പോലത്തെ ഒരു മോഡലായി പോയി. പക്ഷെ കേവിന് ഒരു ഉറൂസ് ടച്ച് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇന്ന് ഒരു വണ്ടി ഇറക്കുകയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം അല്ലേ, അപ്പുറം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കിയില്ലെങ്കിൽ ശരിക്കും എന്താ പറയേണ്ടത്, കോമ്പറ്റീഷൻ അല്ലേ. പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ എൻജിൻ എത്ര കപ്പാസിറ്റി, പിന്നെ ട്രാൻസ്മിഷൻ തന്നെ ഇത്രയും ഓപ്ഷൻസ് ആയത് കുറച്ചു കാലം മുന്നേ. പിന്നെ ആകെ നോക്കുന്നത് നമ്മൾ എന്തുണ്ട്, പവർ വിൻഡോ ഉണ്ടോ, ബേസിക്കലി നോക്കാതാണ്. പിന്നെ അങ്ങനെ ഒരു നല്ലൊരു സിസ്റ്റം ഉണ്ടോ, ഒരു ഇൻഫോർടൈൻമെന്റ് ഉണ്ടോ. ഞാനൊക്കെ ആദ്യം കാറൊക്കെ നോക്കാന്ന് വെച്ചാല്
ഈ വിൻഡോന്റെ ഉള്ളിൽ കൂടെ എത്ര സ്പീഡ് ഉണ്ടാവും മീൻസ് സ്പീഡോമീറ്ററിൽ എത്ര 260 ഒക്കെ കാണുന്നത് V6 അത്യാവശ്യം എത്ര 300 അങ്ങനെ സ്പീഡ് മാക്സിമം. അപ്പോൾ അതാ പറഞ്ഞത് വണ്ടീൻ്റെ അത്ര ഓപ്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിട്ടുണ്ട്. പിന്നെ ഓട്ടോമേഷൻ സൈഡ് വരുമ്പോൾ അഡാസ്, പിന്നെ ലെവൽ 5 അല്ലേ സെൽഫ് ഡ്രൈവിംഗിലേക്ക് വരുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടി വരും. ഇത്രയെല്ലാം EVന്റെ കാര്യങ്ങൾ വരുന്നത് ശരിക്കും EVയിലേക്ക് മാറുന്നതന്നെ പ്രതീക്ഷിക്കാം. ഫ്യൂച്ചർ മാറും, അത് തന്നെയായിരിക്കും, അത് ഉറപ്പിക്കാം. ഇപ്പൊ തന്നെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാന്ന് നമുക്ക് തോന്നുന്നതാ. ഫ്യൂച്ചറിൽ നമുക്ക് നോക്കി കാണാം, അത്രേ പറയാം. നോക്കി കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളിനി എന്താ എടുക്കാന്നുള്ളത് കമന്റ് ചെയ്താൽ ഓക്കെ. ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.